നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 78. മോളെ, എന്താ നീ പറഞ്ഞു വരുന്നത്? ഒന്ന് വ്യക്തമായിട്ട് പറ. എൻ്റെ പൊന്നു വല്ലേട്ടോ, മീനുവിൻ്റെ വിവാഹം കഴിഞ്ഞു അല്ലേ? ഓ, അതായിരുന്നോ കാര്യം? അതെ, അതെന്താ ഒരു പ്രശ്നമല്ലേ? വിവാഹം എങ്ങനെയാ മോളെ ഒരു പ്രശ്നമാവുന്നത്? ആമയുടെ മറുപടിക്കായി വല്യേട്ടൻ ചോദിച്ചു. വിവാഹം നിങ്ങളെല്ലാവരും കൂടി അറിഞ്ഞു തന്നെ നടന്നതല്ലേ അല്ലേ? അതെ, രഹസ്യമായിരുന്നു, എങ്കിലും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ മോളെ? വല്യേട്ടാ, വല്യേട്ടൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഒരാളെ കണ്ടുപിടിക്കുമ്പോൾ കുറച്ചെങ്കിലും അവനെക്കുറിച്ചൊന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ അന്വേഷിക്കും ഒക്കെ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച്. ഇതിപ്പോൾ എന്തൊക്കെയാ വല്യേട്ടായി കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? ആമിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ വല്യേട്ടൻ ഒന്നും മനസ്സിലായില്ല. അല്ല മോളെ, മോളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്തുണ്ടായി? ജയ്ക്ക് എന്താ കുഴപ്പം? നല്ല പയ്യനാ ജയ്. ആ, എനിക്കത് മനസ്സിലായി, നല്ല പയ്യനാണെന്ന്. അല്ല വല്യേട്ടാ, ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരുത്തനെ എന്ത് കണ്ടിട്ടാ വല്യേട്ടൻ പെങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്? മോളെ, വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളല്ലല്ലോ ആ തീരുമാനം എടുത്തത്. അത് മീനുമോളെ വാശി പിടിച്ചത്. പിന്നെ അന്വേഷിച്ചു നോക്കിയപ്പോൾ പയ്യൻ കൊള്ളാം, അതുകൊണ്ട് പിന്നെ എതിർത്തില്ല. എന്താ മോളെ? വല്യേട്ടൻ അവനെക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ചിരുന്നോ? ആമി വീണ്ടും ചോദിച്ചു. ഞാൻ നന്നായിട്ട് അന്വേഷിച്ചിരുന്നു. സ്വഭാവം കൊണ്ട് പയ്യൻ അടിപൊളിയാണ്, 100 മാർക്കാണതിന്. പിന്നെ നമ്മുടെ ഫാമിലി സ്റ്റാറ്റസിനൊന്നും ചേരില്ല, പക്ഷേ അത് പ്രശ്നമല്ല. കാരണം മീനുവിൻ്റെ സന്തോഷം ഞങ്ങളെപ്പോഴും അത്രമാത്രമേ നോക്കാറുള്ളൂ. വല്യേട്ടൻ്റെ പെങ്ങളുണ്ടല്ലോ, അവളൊരു പൊട്ടിയാ. അന്നും ഇന്നും ഒരു പൊട്ടിപ്പെണ്ണാണ് അവൾ. ഇത്രയൊക്കെ ആയിട്ടും അവൾക്ക് എന്തുകൊണ്ടാണ് ഒരു ബോധം വരാത്തതെന്ന് എനിക്കറിയില്ല വല്യേട്ടാ. എന്താ മോളെ കാര്യം? നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ പറ്റിയേ? വല്യേട്ടനറിയാവോ, എനിക്ക് അവളിത് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. അതെനിക്ക് മനസ്സിലാവും. അവളുടെ വിവാഹക്കാര്യം അത്ര പെട്ടെന്ന് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും മോളെ. പിന്നെ വിവാഹം എന്നൊക്കെ പറയുന്നത് അത് അവരവരുടെ ഇഷ്ടമല്ലേ മോളെ? രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടു, അപ്പം പിന്നെ നമ്മളൊന്നും എതിർക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി അവർ വിവാഹം കഴിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. എൻ്റെ വല്യേട്ടൻ ഇതെന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടെന്നോ? ആര്? ആ, എന്താ മോളെ? വല്യേട്ടൻ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? ഞാൻ മീനുവിൻ്റെയും ജിയുടെയും കാര്യമാണ് പറഞ്ഞേ. പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടാണോ അവരുടെ വിവാഹം നടന്നത്? അതെ, അവനെ തന്നെ വേണമെന്ന് മീനു വാശി പിടിച്ചിരുന്നു, അതുകൊണ്ടാണ് വിവാഹം നടന്നത്. എന്താ കാര്യം? വല്യേട്ടൻ്റെ പെങ്ങള്, ഞാൻ പറഞ്ഞല്ലോ, അവളൊരു പൊട്ടിപ്പെണ്ണാ. അതവളുടെ പ്രശ്നം. പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടല്ല ആ വിവാഹം നടന്നത്. പിന്നെന്താ? നിങ്ങളവളെ വേറൊരു വിവാഹത്തിന് നിർബന്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ കണ്ടെത്തിയ ഒരു ഉപായം, അതാണ് അവൾക്ക് ഈ വിവാഹം. മനസ്സിലായില്ല മോളെ, നീ എന്താ പറയുന്നത്? അവർ തമ്മിൽ യാതൊരുവിധ താല്പര്യമോ ഇഷ്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. 1 വർഷത്തേക്ക് പിരിയാമെന്ന കരാറോടുകൂടി വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നടത്തിയതാണ് അവരുടെ ഈ രഹസ്യ വിവാഹം. ഞാൻ പറഞ്ഞത് വല്യേട്ടന് മനസ്സിലായോ? മോളെ, തമാശ പറയല്ലേ. ആമി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ വല്യേട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് തമാശയല്ല,
വല്യേട്ടൻ്റെ സ്വന്തം പെങ്ങൾ എന്നോട് പറഞ്ഞ സത്യമാണ്. 1 വർഷത്തേക്ക് പിരിയാമെന്ന കരാറോട് കൂടിയാണ് അവർ ഈ വിവാഹം കഴിച്ചത്. അല്ലാതെ അവർക്ക് 2 പേർക്കും യാതൊരുവിധ താല്പര്യവും വിവാഹത്തിലില്ല. മനസ്സിലായോ? അവർ 2 പേരും നന്നായിട്ട് അഭിനയിച്ച് തകർക്കുന്നു അവരുടെ ഈ വിവാഹ ജീവിതം. 2 പേരും നടികളായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. അഭിനയം രണ്ടാൾക്കും വശമുണ്ട്. മോളെ, നീ പറയുന്നൊന്നും എനിക്ക് വല്യേട്ടൻ വല്ലാത്തൊരവസ്ഥയിലായി. തൻ്റെ പെങ്ങൾ തന്നെ വഞ്ചിക്കുകയായിരുന്നോ? ജയ് തന്നെ ചതിക്കുകയായിരുന്നോ? ആ നിമിഷം വല്യേട്ടന് എന്ത് പറയണം എന്നറിയാത്തൊരവസ്ഥ. വല്യേട്ടാ, വല്യേട്ടാ. വല്യേട്ടൻ ഒന്നും മിണ്ടിയില്ല. വല്യേട്ടാ, ഞാൻ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ടോ? വല്യേട്ടന് ടെൻഷനായി കാണുമല്ലേ? വല്യേട്ടാ, ടെൻഷനാവാൻ വേണ്ടി പറഞ്ഞതല്ല. നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തണം. അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. വല്യേട്ടാ, ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? ആ, ആ, കേൾക്കുന്നുണ്ട്. എനിക്കിതൊന്നും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വല്യേട്ടാ, ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. എന്തായാലും വിവാഹം നടന്നു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 1 വർഷത്തേക്ക് പിരിയാമെന്നുള്ള കരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ 1 വർഷം കൊണ്ട് അവൻ പോയേനെ. ഇതിപ്പോൾ അങ്ങനെയല്ല പ്രശ്നം. ആ, എന്തൊക്കെയാ മോളെ നീ പറയണേ? എനിക്കത് മനസ്സിലാവുന്നില്ല. വല്യേട്ടൻ വല്ലാണ്ട് തകർന്നൊരവസ്ഥയിലായി. മോളെ, ഞാൻ നിന്നെ വിളിക്കാം. നീ ഇപ്പോൾ വെക്ക്. വല്യേട്ടാ, ഞാൻ പറയണത് മുഴുവനായിട്ട് കേൾക്ക്. മോളെ, എന്തോ ഞാൻ വിളിക്കാം. നീ വെക്ക്. വല്യേട്ടൻ ഫോൺ കട്ട് ചെയ്തു. കേട്ട വാർത്തകളൊക്കെ സത്യമായിരിക്കുമോ? 1 വർഷത്തേക്ക് പിരിയാമെന്ന കരാറോട് കൂടിയായിരിക്കുമോ അവർ വിവാഹം കഴിച്ചത്? ജയ് തങ്ങളോട് കാണിക്കുന്ന സ്നേഹം അഭിനയമാണോ? എന്തായിരിക്കും ഇതിൻ്റെ സത്യം? വല്യേട്ടന് ജയ് സ്വന്തം മകനെ പോലെയായിരുന്നു. ആ രീതിയിലാണ് അവനെ വല്യേട്ടൻ കണ്ടതുപോലും. അതുകൊണ്ട് തന്നെ ജയ്യെക്കുറിച്ചുള്ള ഈ സത്യം അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വല്യേട്ടന് സാധിച്ചില്ല. അവൻ കാണിക്കുന്ന ആ സ്നേഹപ്രകടനം അഭിനയമാണെന്ന് എങ്ങനെ വിശ്വസിക്കും? ആരോട് എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥയിലായി വല്യേട്ടൻ. ജയ്യെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു പിന്നീട് വല്യേട്ടൻ്റെ മനസ്സിൽ നിറയെ. ജയ്യെ ആദ്യമായി കണ്ടത്, അന്നവൻ പറഞ്ഞ കാര്യങ്ങൾ, പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ കുടുംബത്തിലേക്കുള്ള അവൻ്റെ വരവ്, അമ്മുവുമായുള്ള ജയ്യുടെ ബന്ധം എല്ലാം വല്യേട്ടൻ ഓർത്തെടുത്തു. ഈ 6 മാസം അവൻ കാണിച്ചു കൂട്ടിയത് മുഴുവൻ അഭിനയമായിരുന്നോ? തൻ്റെ അമ്മയോടുള്ള അവൻ്റെ സ്നേഹം സത്യമായിരുന്നില്ലേ? അമ്മുവിനോടുള്ള അവൻ്റെ സ്നേഹം സത്യമായിരുന്നില്ലേ? താൻ അവനെ ചേർത്ത് പിടിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ വേറെ പലതുമായിരുന്നോ? ജയ്യെ വിശ്വസിക്കാൻ കൊള്ളില്ലേ? വല്യേട്ടൻ്റെ മനസ്സിൽ വല്ലാത്തൊരവസ്ഥ തന്നെ. മനസ്സിനേറ്റ ഭാരം അത്ര പെട്ടെന്നും ഇറക്കി വയ്ക്കാൻ പറ്റാത്തതുപോലെ, ഹൃദയം വല്ലാണ്ട് പിടയുന്നതുപോലെ. ആമി വീണ്ടും വല്യേട്ടനെ ഫോൺ വിളിച്ചു. ആദ്യം ആമിയുടെ ഫോൺ വല്യേട്ടൻ എടുത്തില്ലെങ്കിലും രണ്ടാമത് കൂടി ആമി വിളിച്ചപ്പോൾ വല്യേട്ടൻ ഫോൺ എടുത്തു. ഹലോ ഹലോ വല്യേട്ടാ, വല്യേട്ടന് ടെൻഷനായല്ലേ? ഞാൻ പറഞ്ഞ കേട്ടിട്ട്? മീനു ഇത് പറഞ്ഞ കേട്ടപ്പോൾ എനിക്കും ഇതേ അവസ്ഥയായിരുന്നു. എനിക്ക് ദേഷ്യമാണ് വന്നത്, ടെൻഷൻ ആയിരുന്നില്ല. അതിന് വല്യേട്ടൻ മറുപടിയൊന്നും പറഞ്ഞില്ല. വല്യേട്ടാ, ടെൻഷൻ ആവുകയല്ല വേണ്ടത്. നമുക്കിത് അവളെ പറഞ്ഞ് മനസ്സിലാക്കാണ് വേണ്ടത്. എനിക്കിതൊന്നും
വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ. അവൻ ഇല്ല അമ്മേ. അവൻ അങ്ങനെ ഒരു പയ്യനല്ല അമ്മേ. വല്യേട്ടാ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇല്ല, അവൻ്റെ ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ അത് അത് അഭിനയമാണെന്ന് എനിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അമ്മേ. ഇല്ല അമ്മേ, നിനക്ക് തെറ്റി, എനിക്ക് ഉറപ്പാണ്. അം, എൻ്റെ പൊന്നു വല്യേട്ടാ, എനിക്കെങ്ങനെയാ തെറ്റുന്നേ? എന്നോടിത് മീനുവാണ് പറഞ്ഞത്, അല്ലാതെ ഞാനുണ്ടാക്കിയ കഥയല്ല ഇത്. അവൾക്ക് അവനോട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിക്കുമ്പോൾ. വീട്ടുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉപായം മാത്രമായിരുന്നു അവൾക്കത്. 1 വർഷത്തേക്ക് പിരിയാമെന്നുള്ള കരാർ അവർക്കിടയിലുണ്ട്. ഇതൊക്കെ സത്യങ്ങളാ, അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥയല്ല. രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ച് തകർക്കാണ് ചെയ്യുന്നത്. അവർ സിനിമയിൽ ചെയ്തത് ജീവിതത്തിലും അവർ ട്രൈ ചെയ്തു, അത്രേ ഉള്ളൂ. വല്യേട്ടാ, ആമീൻ, ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? നീ അത് പറ വല്യേട്ടാ. ഇങ്ങനെ തകർന്നിരിക്കല്ല വേണ്ടത്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണ്ടേ ആമി. അവനെക്കുറിച്ച് ഞാൻ എൻ്റെ മകനെ പോലെ അവനെ കണ്ടേ. എനിക്കവനെ എന്തൊരു ബഹുമാനമായിരുന്നെന്നറിയാവോ? അവനെന്നെ എനിക്കിത് എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആമി. വല്യേട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. വല്യേട്ടൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമാണ്. പക്ഷേ ഇത് പറയാനല്ല ഞാൻ വല്യേട്ടനെ വിളിച്ചത്. ഇതല്ല നമ്മുടെ പ്രശ്നം. ആ, പിന്നെ ഇതിനേക്കാളും വലിയ പ്രശ്നമുണ്ടോ? ആ, ഉണ്ട് വല്യേട്ടാ. ആമി പറഞ്ഞു നിർത്തി. ആ, മീനുവിന് ഇപ്പം അവനെ ഇഷ്ടമാണ്, അതാണ് പ്രശ്നം. ഏ അതേ വല്യേട്ടാ, മീനുവിനിപ്പോൾ അവനെ ഇഷ്ടമാണ്. ആ, ഇഷ്ടമാണെന്നോ? ആ, അതെ, അവളിപ്പോൾ അവനെ പ്രണയിക്കുന്നുണ്ട്. ആ, അപ്പോൾ അത് നല്ല കാര്യമല്ലേ? അതെങ്ങനെയാ പ്രശ്നമാവുന്നേ? ഒന്നും മനസ്സിലാവാതെ വല്യേട്ടൻ ചോദിച്ചു. അയ്യോ, അത് പ്രശ്നം തന്നെയല്ലേ? വല്യേട്ടൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല? ആ, എൻ്റെ മോളെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഫൂ, എൻ്റെ വല്യേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്ക്. മീനുവിന് അവളെ ഇഷ്ടമാണിപ്പോൾ. ആ, അതുകൊണ്ട് അവർ പിരിയില്ല. ആ, അത് നല്ല കാര്യമല്ലേ? ഫൂ, നമുക്ക് ചേർന്നൊരു ബന്ധമാണോ അവൻ? നമ്മുടെ കുടുംബത്തിന് ചേർന്നൊരു പയ്യനാണോ അവൻ? അവനെ മീനുവിൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? വല്യേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴാണ് അവൾ പറയുന്ന കാരണങ്ങൾ വല്യേട്ടന് മനസ്സിലായി തുടങ്ങിയത്. അയ്യോ, ഇതെങ്ങനെയാ മോളൊരു പ്രശ്നമാവുന്നേ? അവൻ എന്താ ഒരു കുറവ്? സ്വഭാവം കണ്ടവൻ ഓക്കെയാണ്. പിന്നെ സ്റ്റാറ്റസ് അത് നമുക്ക് പ്രശ്നമല്ല. എനിക്കതൊരു വിഷയമല്ല. വല്യേട്ടാ, വല്യേട്ടന് അവൻ്റെ കുടുംബ പശ്ചാത്തലം ഒരു വിഷയമല്ല? അല്ല, മീനുവിന് വേണ്ടി എല്ലാം അങ്ങ് കണ്ണടയ്ക്കാണോ? മോളെ, സ്നേഹം, ബന്ധം, അതിൻ്റെയൊക്കെ ഒരുപാട് താഴെ നിൽക്കുന്ന ഒരു കാര്യമായത്. അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ വല്യേട്ടാ, അവൻ മീനുവിനെ സ്നേഹിക്കുമെന്ന് വല്യേട്ടന് തോന്നുന്നുണ്ടോ? പേരിന് വേണ്ടിയിട്ടുള്ള ഒരു ബന്ധം അത് മാത്രമേ അവർക്കിടയിലുള്ളൂ. മീനുവിനെ പോലൊരു പെണ്ണിനെ അവൻ ഇഷ്ടപ്പെടുവോ?
എനിക്കൊരിക്കലും തോന്നുന്നില്ല. അവൻ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് മീനുവിനെ സ്നേഹിക്കില്ല. പിന്നെ മീനുവിൻ്റെ പണത്തിന് വേണ്ടി അവൻ ചിലപ്പോൾ പിടിച്ചു നിൽക്കുമായിരിക്കും. അല്ലാതെ അല്ലാതെ ഒരിക്കലും അവൻ മീനുവിനെ സ്നേഹിക്കാൻ പോകുന്നില്ല. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നേ? എൻ- എന്തുകൊണ്ടാ നീ അങ്ങനെയൊക്കെ പറയുന്നേ? എൻ്റെ വല്യേട്ടാ, അവൻ ഇതുവരെ വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്തൊരു പയ്യനാ. മീനെ മീനുവിനേക്കാളും എത്ര വയസ്സാന്നപ്പോൾ അവള് പറഞ്ഞേ? 8 വയസ്സോ 9 വയസ്സോ എന്തോ ചെറുതാണവൻ. അതുമാത്രമല്ല, മീനു രണ്ടാം കെട്ടല്ലേ വല്യേട്ടാ. അപ്പോ എനിക്ക് തോന്നുന്നില്ല വല്യേട്ടാ. അതൊക്കെ അവൻ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അറിയായിരുന്നല്ലോ. അതൊന്നും പ്രശ്നമാവാത്തോണ്ടല്ലേ അവൻ വിവാഹം കഴിച്ചത്. ഓഹ്! വിവാഹം പേരിനായിരുന്നില്ലേ? ഒരു വർഷം കൊണ്ട് പിരിയാമെന്ന തീരുമാനത്തിലായിരുന്നില്ലേ? അല്ലാതെ ജീവിതകാലം മുഴുവൻ അവളെ ചുമക്കാം എന്നായിരുന്നില്ലല്ലോ. ഇപ്പൊ കഥ മാറുകയല്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. അതിന് വലിയേട്ടൻ മറുപടിയൊന്നും പറഞ്ഞില്ല. നീ പറയുന്നതെന്ത്? മീനുവിനെ അവൻ ഇഷ്ടപ്പെടില്ല എന്നാണ് അല്ലേ? മീനുവിനെ ഒരിക്കലും അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കില്ല. ഭാര്യയായിട്ട് അംഗീകരിക്കാനും പോകുന്നില്ല. എനിക്ക് അങ്ങനെയൊക്കെയാ തോന്നുന്നത്. അവർ തമ്മിലൊരു കുടുംബജീവിതം ഉണ്ടാവുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അവൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ചേരാത്തൊരു പയ്യനാണവൻ. ഇത് രണ്ടും കൂടി എനിക്കറിയില്ല. ഇതെങ്ങനെയാ ശരിയാവുന്നേ? ആമി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വല്യേട്ടനുമായി പങ്കുവച്ചു. വല്യേട്ടൻ ഒരല്പം നിശബ്ദമായി നിന്നു. ഒന്നും പറഞ്ഞില്ല. ഒരാലോചന എന്ന പോലെ. "ആ, വല്യേട്ടാ, വല്യേട്ടൻ എന്തൊന്നും പറയാതെ?" ആമി വിളിച്ചു. മോളെ, എവിടെയോ ഒരു ചെറിയ തെറ്റുണ്ട്. തെറ്റോ? എന്ത് തെറ്റ്? ഉം, മോളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്ക്. ആമി മീനു ഇപ്പോൾ ആമിയോട് പറഞ്ഞോ ജയെ ഇഷ്ടമാണെന്ന്? അതായത് വിവാഹം കഴിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം അവനെ ഇഷ്ടമാണ് എന്നാണോ മോള് പറയുന്നത്? ആ, അതെ, അതാണ് പ്രശ്നം. ഇപ്പം അവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഉം. ഞാൻ പറയുന്നത് അവൻ ഒരിക്കലും അവളെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നാണ്. ഇനി അഥവാ രണ്ടുപേരും ഇഷ്ടപ്പെട്ടാലും നമുക്ക് എങ്ങനെയാ അവനെ അംഗീകരിക്കാൻ പറ്റുക? അതാ ഞാൻ ചിന്തിക്കുന്നത്. മനസ്സിലായോ വല്ലോട്ടെ ഞാൻ പറയുന്നത്? ഉം. എനിക്ക് മനസ്സിലായി. വല്യേട്ടൻ ഇതിനകത്ത് തെറ്റെന്തോ പറഞ്ഞല്ലോ. അതെന്താ? എന്തായിരിക്കും വല്യേട്ടൻ മനസ്സിലാക്കാൻ പോകുന്നത്? ജയ്യോടുള്ള വല്യേട്ടൻ്റെ പെരുമാറ്റം ഇനി എങ്ങനെയായിരിക്കും? തങ്ങളെ ഇത്രയും നാളായി അവൻ വഞ്ചിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യത്തിന് മുന്നിൽ വല്യേട്ടൻ്റെ പ്രതികരണം എന്തായിരിക്കും? കാത്തിരുന്ന് കാണാം. അടുത്ത ഭാഗം ഉടൻ വരും. കഥ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.